ഞങ്ങളുടെ ഗ്രൂപ്പിൽ എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ പ്ലാനിട്ടാൽ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് നമ്മുടെ സിദ്ദീഖിൻ്റെ ആയുധപ്പുര. കഴിഞ്ഞൊരു അവധി ദിവസത്തിൽ ഞങ്ങൾ പതിവ് പോലെ ഒരു യാത്ര പോകാൻ വേണ്ടി അവിടെ ഒരുമിച്ച് കൂടി. അങ്ങനെ ശംഭു വണ്ടിയേറ്റ് വന്നു. ശംഭുവിൻ്റെ വണ്ടി കയറിയിരുന്നപ്പോഴാണ് നമ്മളെ ദോശക്കടയിലെ തമിഴ് സുഹൃത്ത് അവിടെ നിൽക്കുന്നത് കണ്ടത്. സിദ്ദീഖ ഉടനെ തന്നെ കക്ഷിയും കൂടെ കൂട്ടി വണ്ടിയിൽ കയറ്റി. വാപ്പാ വണ്ടിയിലേറ്, നമ്മ എങ്കയോ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സിദ്ദീഖ് അയാളെയും കൂടെ കൂട്ടി. അങ്ങനെ ഞങ്ങൾ 6 പേരായി ശംഭുവിൻ്റെ വണ്ടിയിൽ വയലടക്ക് വെച്ച് പിടിച്ചു. വണ്ടിയിലാണെങ്കിൽ സിദ്ദീഖയും ബാബുവേട്ടനും കൂടി നല്ല ഫോമിലാണ്. ബാബുവേട്ടൻ അടുത്ത കൊല്ലം 60ആണ്. പക്ഷേ പുള്ളിയുടെ ആവേശം എന്തല്ലാതെ ആരും പറയില്ല. വരാത്ത സുഹൃത്തുക്കളെ ഉറപ്പിക്കാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫോട്ടോകളുടെ ഒരു മേളം തന്നെയായിരുന്നു. വരാത്തവർക്ക് വലിയ നഷ്ടമാണെന്നൊക്കെ ബാബുവേട്ടൻ ഇങ്ങനെ തള്ളുമ്പോൾ പുള്ളിയുടെ ആ മുഖത്തെ സന്തോഷം ഒന്ന് കാണുക തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ശംഭുവിൻ്റെ സ്ഥലത്തെത്തി. അവിടെ റിസോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി നിലമൊരുക്കാൻ അവിടുത്തെ മരങ്ങളൊക്കെ മുറിക്കുന്ന പണിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ട് കുറച്ച് സമയം അവിടെ നിന്നു. വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ നമ്മളെ ബാബുവേട്ടന് പെട്ടെന്ന് എവിടുന്നോ വല്ലാത്തൊരു ആത്മാർത്ഥത അങ്ങ് കയറി വന്നു. അവിടെ കിടന്ന മരക്കമ്പുകൾ ഓരോന്നായി മാറ്റി മൂപ്പരങ്ങനെ ഷൈൻ ചെയ്യാണ്. കമ്പെടുത്ത് മാറ്റി പുള്ളി അപ്പുറത്തേക്ക് വെക്കുന്നു. മൂപ്പര ആവേശം കണ്ടപ്പോൾ അവിടുത്തെ പണിക്കാർ പോലും ഒന്ന് അമ്പരന്ന് കാണും. വീഡിയോയിലൊന്ന് വരാൻ ബാബുവേട്ടനെടുത്ത കഷ്ടപ്പാട് ശരിക്കും കാണേണ്ടതായിരുന്നു. പിന്നെ അവിടുന്ന് മാറി ഒരു കടയിൽ കയറി അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ചു. അവിടെ ശംഭുവിനൊക്കെ അറിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ശംഭുവിൻ്റെ സ്ഥലം, അപ്പുറത്തെ സ്ഥലമുണ്ട്, അവിടെ ആയിട്ട് ഇങ്ങനെ പോവാണ്. അവിടേക്ക് പോകുമ്പോൾ കാടിന് ഇടയിലൂടെ ഇങ്ങനെ പോയി അവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഒരു പാറൊക്കെ ആയിട്ട് നല്ല രസമുള്ള സ്ഥലമാണ്. അവിടെ കുത്തനൊരു ഇറക്കമുണ്ട്. ശംഭുവൊക്കെ അനായാസം അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഞാനും സിദ്ദീഖയും വലിയ കുഴപ്പമില്ലാതെ ഇറങ്ങി. ആ കുത്തനുള്ള ഇറക്കം കണ്ടപ്പോൾ നമ്മളെ ബാബുവേട്ടൻ്റെയും ഫസലിക്കൻ്റെയും കിളി പോയി എന്ന് വേണമെങ്കിൽ പറയാം. താഴെ കുഴി കണ്ടപ്പോൾ 2 പേർക്കും വല്ലാത്തൊരു പേടി. മുകളിൽ കുറേ സമയം ഇങ്ങനെ നിന്നു. ഞങ്ങളിങ്ങനെ കളിയാക്കിയപ്പോൾ ബാലം കാക്കാൻ വേണ്ടി മാത്രം അവരെങ്ങനെയൊക്കെയോ താഴെ ഇറങ്ങി. ബാബുവേട്ടനെ താഴെ ഇറക്കിയത് നമ്മളെ ശംഭുവാണ്. പക്ഷെ താഴെ ഇറങ്ങിയപ്പോൾ ഇപ്പോൾ പാലം കിടന്നാൽ കുരായണ എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ പറയുന്നുണ്ട്. അവിടെ കുറച്ച് സമയം ചിലവഴിച്ച് അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് തന്നെ തിരിച്ച് കയറി. മുകളിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് അവിടെ പ്ലാവിൻ്റെ മുകളിൽ ചക്ക കാണുന്നത്. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ പറഞ്ഞിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് പോയപ്പോൾ ഞാൻ ചക്കയൊക്കെ കൊണ്ടുപോയി കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു ഓർമ്മ വന്നിട്ട് ഉമ്മ പറഞ്ഞാണ് വരുമ്പം ചക്കയൊക്കെ കൊണ്ടുവരണേ. അപ്പോൾ ആ കാര്യം ഞാൻ ശംഭുവിനോട് പറഞ്ഞപ്പോൾ ശംഭു ഒരു ചക്കയൊക്കെ ഇട്ട് തന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ചക്ക അവിടെ വെച്ച് ഞങ്ങളുടെ അപ്പുറത്തൊരു വീട്ടിൽ കുറേ പക്ഷികളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് സമയം അവിടെ നോക്കി നിന്നു. പിന്നെയാണ് നമ്മളെ കഥയിലെ പ്രധാന സംഭവം നടക്കുന്നത്. മുള വെട്ട്. അവിടുത്തെ ഏട്ടൻ്റെ സഹായത്തോടു കൂടി കുറേ പണിവെട്ട് ഞങ്ങൾ കുറേ മുളകളൊക്കെ വെട്ടി. ആ മുളകൾ വെട്ടി അത് ഏറ്റി കൊണ്ടുവരുന്നൊരു കാഴ്ച, അത് വല്ലാത്തൊരു രസമായിരുന്നു. നമ്മളെ സിദ്ദീഖയും ബാബുവേട്ടനും ഫസിൽക്കയും ശംഭു എല്ലാം കൂടിയും ഓഹോയ് ഓഹോയ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരു സംഭവം നല്ല രസമുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ അവിടെയുള്ള ചക്കയൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോയി. അങ്ങനെ ആ വണ്ടിയിൽ മുളയൊക്കെ കെട്ടി ചക്കയൊക്കെ താഴെ വെച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. ആയുധപ്പുരയിൽ തിരിച്ചെത്തിയ ശേഷം മുളകൾ ഓരോരുത്തരായിട്ട് വീതിച്ചെടുത്തു. ഫസലിക്ക മൂപ്പർക്ക് കിട്ടിയ മുളയായിട്ട് ആ വണ്ടിയിൽ കെട്ടി ഇങ്ങനെ കൊണ്ടുവന്ന് കാണാൻ അത് വേറൊരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. സിദ്ദീഖാണെങ്കിൽ ഇത് ആയുധപ്പുരയിൽ വാടക കൊടുത്ത് കാശാക്കാനുള്ള പ്ലാനിലാണ്. കൂട്ടത്തിൽ ബാബുവേട്ടന് ഒരെണ്ണം പൊക്കിയിട്ടുണ്ട്. അടുത്ത കൊല്ലം 60 തികയെന്നല്ലേ, ഒരു ഊന്നുവടിയായിട്ടെങ്കിലും ഉപകരിക്കട്ടെ എന്ന് കരുതി പുള്ളി എടുത്തുകൊണ്ടതാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കേതായാലും ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല. അങ്ങനെ ചക്കയും മുളയും പിന്നെ കുറേ ചിരിയുമായി വയലടയിലെ ആ ദിവസം അടിപൊളിയായി അവസാനിച്ചു.